ഇന്ന് നൗഷാദിക്കന്റെ അവിടെ നോമ്പ് തുറക്കാൻ പോവുകയാണ്. ഞാനുണ്ട് ആൻസർ, ഞാനുണ്ട്. ഇവിടെ നല്ല അടിപൊളിയാണ്. ഇപ്പൊ ഭയങ്കര മഴയൊക്കെ പെയ്തിട്ട് നല്ല സൂപ്പർ വൈബാണ് ഇവിടെ കാണാൻ. ഈവനിങ് ടൈമില് നല്ല തണുപ്പ്, മഴയൊക്കെ പെയ്ത് എല്ലാം പച്ചയായി അടിപൊളിയായിട്ടിരിക്കുന്നുണ്ട്. ഇരുണ്ട് തുടങ്ങി അല്ലേ? എവിടെ നീ? എവിടെ? ഈ പച്ചപ്പിനെ കുറിച്ച് ഇച്ചാൻ എന്താണ് പറയാനുള്ളത് മിസ്റ്റർ ലിയാസ് കെ? ശരിക്കും നല്ല നമുക്ക് ഉണ്ടല്ലോ രണ്ടരക്ക് അടിച്ചിരിക്കാൻ പറ്റിയ വൈബാണ്. അയ്യോ, കാണുന്ന ആൾക്കാരെ വഴി തെറ്റിക്കാനല്ല ഞാൻ പറഞ്ഞത്, പച്ചപ്പിനെ കുറിച്ച് പറയാനാണ് പറഞ്ഞത്. പച്ചപ്പില്ലല്ലോ, മഴയൊക്കെ പെയ്ത് നല്ല കുളിരൊക്കെ അല്ലേ, രണ്ട് ബീറൊക്കെ അടിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഡ്രിങ്കിങ് ആൽക്കഹോൾ ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതെ, ആണുങ്ങൾക്ക് ഇതിനെ കുറിച്ചുള്ള ചിന്തയുള്ളൂ, ഒന്നും പറയാനില്ല. പിന്നെ ഞങ്ങൾ ഇന്ന് നോമ്പ് തുറക്കുമ്പോൾ ആക്ച്വലി സെയിം ഞങ്ങൾക്ക് നോമ്പാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇറച്ചി മീനൊന്നും കൂട്ടാൻ പറ്റില്ല. പക്ഷെ ഞങ്ങൾ എന്താണ് അവിടെ പോയിട്ട് നോമ്പ് തുറക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഫ്രൂട്ട്സ് ആൻഡ് എഗ്. എഗ്ഗിന് ഞങ്ങൾക്ക് നോമ്പില്ല. ശരിക്കും പറഞ്ഞാൽ എഗ്ഗിനും കൂടെ നോമ്പെടുക്കണം എന്നാണ് മുട്ടയ്ക്ക്. പക്ഷെ ഞങ്ങൾ അതിനെടുത്തിട്ടില്ല. വി ഹാവ് സക്സസ്ഫുള്ളി ഒമിറ്റഡ് ദാറ്റ് എഗ്ഗ്. എന്താണ് എടുക്കണ്ടേ? പിന്നെ പറയൂ കുട്ടി. എനിക്ക് പപ്പേന്റെ സ്ഥലമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പപ്പേന്റെ വീടിന്റെ സ്ഥലമൊക്കെ നല്ല പച്ചപ്പ. ഓക്കെ, ഇരുണ്ടു. പക്ഷെ പച്ചപ്പൊന്നും കാണിച്ചു കൊടുക്കാൻ പറ്റില്ല, നല്ല ഇരുട്ടായിട്ടുണ്ട്. ഇപ്പൊ വൈകുന്നേരം ആവാനായി അല്ലേ? രാത്രി ആവാനായി. അപ്പൂസ് കുഞ്ഞിന് എന്ത് പറയാനുള്ളത്? അപ്പൂസ് എങ്ങോട്ടാ പോണേ? അപ്പൊ ഒന്നും മിണ്ടുന്നില്ല, കുട്ടി മിണ്ടണില്ല. അപ്പൊ വിചാരിക്കണേ അപ്പൊ ഇങ്ങനെ ഒരു എക്സാം എഴുതാനുള്ളൊരു മൂടുണ്ട്. അപ്പൂസ് ഞങ്ങളോടൊക്കെ തെറ്റിയിരിക്കുക. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പൂസിന് എക്സാം എഴുതണം. ഞങ്ങൾ എക്സാം എഴുതിക്കില്ല എന്നൊന്നും പറഞ്ഞില്ല, പക്ഷെ സ്വന്തം അങ്ങ് ഞങ്ങളോട് തെറ്റിയല്ലേ? എന്തിനാ അപ്പൂസെ തെറ്റിയേ? എക്സാമിന്റെ പേര് എടുപ്പോ അവന് പനി പിടിച്ചു. അപ്പൂസ് എക്സാം എഴുതി, അതിന്റെ ബാക്കി 3 എക്സാം അവൻ എഴുതില്ല, അവന് പനിയായിരുന്നു. അപ്പൂസ് കുട്ടിക്ക് എക്സാം തുടങ്ങിയതേ അപ്പൂസ് അഡ്മിറ്റ് ആയിപ്പോയി. അപ്പൂസിന് എക്സാം 102-103 ഡിഗ്രി ആയിട്ട് സ്കൂളിൽ നിന്ന് വന്ന അപ്പൂസ് നിങ്ങൾ സംസാരിക്കാം. കൂട്ടി പറയട്ടെ അല്ല, അപ്പൂസ് 2 ദിവസം എക്സാം എഴുതി, ബാക്കി 3 എക്സാം അവന് എഴുതാൻ പറ്റിയില്ല. അതാണ് അപ്പൂസ് അന്ന് സ്കൂളിൽ വന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. നല്ല പനി ഉണ്ടായിരുന്നു സ്കൂളിൽ വന്നപ്പോ, തീരെ വയ്യ, തൊണ്ടവേദന, ഭയങ്കര വിഷമുള്ള മുഖമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ സാരില്ല, കുഴപ്പമില്ല, നമുക്ക് വേണമെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ നമുക്ക് കാണിക്കാന്ന്. അപ്പൊ എന്നോട് അപ്പൊ ആദ്യം ചോദിച്ചിട്ടുണ്ടാരാ, അപ്പൊ ഇനി എനിക്ക് സ്കൂളിൽ പോണ്ട ഒരാഴ്ചത്തേക്ക്. ഞാൻ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞിട്ട് പനിയുള്ള ആള് എന്നും പറഞ്ഞ് തുള്ളിച്ചാടി. അതാണ് സംഭവിച്ചത്. പക്ഷെ ഇന്ന് പെട്ടെന്ന് അച്ചാനക് അപ്പുവിന് ബോധമാകും. എക്സാമിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അപ്പൊ എനിക്ക് എക്സാം ഉണ്ടോന്നും ചോദിച്ചിട്ട് അപ്പൊ ഞങ്ങൾ അവിടെ ചെന്ന് നോമ്പ് തുറയുടെ വിഭവങ്ങളൊക്കെ കാണിച്ചു തരാം. അതുവരെ ലിയാസ് KR, ടാനിയ ലിയാസ് സൈനിങ് ഓഫ്. അപ്പു ആൻഡ് അച്ചു സൈനിങ് ഓഫ്. അച്ചു ആണോ?